ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്. മലയാളം നിങ്ങൾക്ക് 2 ബുക്കുണ്ട്. അതിലെ കേരള പാഠാവലിയിലെ ഈ ഒരു ഭാഗം, ആദ്യത്തെ യൂണിറ്റ്, ആദ്യത്തെ പാഠം ഇത്തിരി പൂവേ കുരുന്നു പൂവേ, ഈ ഭാഗവും അതുപോലെ തന്നെ മണ്ണിൻ്റെ കിനാവുകൾ, അതിലെ അർത്ഥവും ചോദ്യോത്തരങ്ങളും ബാക്കി പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് നോക്കാം. എന്താണ് ഇത്തിരി പൂവേ കുരുന്നു പൂവേ, അല്ലേ? ഇത്തിരി പൂവേ എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞു പൂവേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? മഴ പെയ്യുന്നുണ്ട്, അല്ലേ? മഴ പെയ്യുന്നുണ്ട്. ഒരു കുട്ടി ആ മഴ പെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ മഴയത്ത് മരക്കൊമ്പിൽ ഒരു കിളിയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ താഴെ എന്താ കൊടുത്തിട്ടില്ലെന്ന് നോക്കാം. നമുക്ക് വായിച്ചു നോക്കിയാലോ. മഴയും നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ച് ഇരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. എന്താ പറയുന്നത്? മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത്, അല്ലേ? നമ്മൾ വീടിൻ്റെ ഉമ്മർത്തൊക്കെ, അല്ലേ, പുറത്തൊക്കെ വന്നിരിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ എന്താണ്, ചിലപ്പോൾ അപ്പുറത്തെ മരക്കൊമ്പിൽ ഒരു കുഞ്ഞു കിളിയൊക്കെ വന്നിരിക്കുന്നുണ്ടാവും, അല്ലേ? അതിൻ്റെ തൂവലും ചിറകുകളൊക്കെ ആകെ മഴയത്ത് നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ നനവ്, ആ വെള്ളം ഒന്ന് പോവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാതെ, അതിൻ്റെ ചിറകുകളൊക്കെ ഒന്ന് കുടയും, അല്ലേ? കുടഞ്ഞിട്ട് ആ വെള്ളമൊക്കെ കളയാൻ നോക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, അല്ലേ? ഭംഗിയുള്ള ചിറകുകൾ അത് ഇടയ്ക്കിടയ്ക്ക് കുടയുന്നുണ്ട്. പക്ഷി മരക്കൊമ്പിൽ മഴ പെയ്യുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് എന്താ തോന്നുന്നത്? എനിക്ക് മഴ പെയ്യുന്നത് കാണാൻ വളരെയധികം ഇഷ്ടമാണ്. ഈ പക്ഷിക്കും അതുപോലെ തന്നെ മഴ ഇഷ്ടമാണ് എന്നാണ് ആ കുട്ടിക്ക് തോന്നുന്നത്. ഇനി താഴെ ചോദ്യം കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ചുവടെ എഴുതി നോക്കൂ. എന്തൊക്കെ കൊടുക്കാം നമുക്ക് ഉത്തരവായിട്ട്? ചാഞ്ഞ് പെയ്യുന്ന മഴ, അല്ലേ? മഴ ഇങ്ങനെ കുത്തനെയല്ല, കാറ്റൊക്കെ ഉള്ളപ്പോൾ ഒന്ന് ചെരിഞ്ഞാണ് പെയ്യുക. അപ്പോൾ ആ ചാഞ്ഞ് പെയ്യുന്ന മഴ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാം. പിന്നെന്താണ്? മഴയത്ത് ആ ചിറകുകളൊക്കെ കുടയുന്ന ആ കുഞ്ഞു പക്ഷി, അല്ലേ? അതിനെ കാണാൻ എനിക്കിഷ്ടമാണ്. മുറ്റത്തെ ചെടികളെല്ലാം മഴയിൽ കുളിച്ചു നിൽക്കുന്നത്. മഴ പെയ്താൽ എങ്ങനെയാണ്? ഇലകളിലും പൂക്കളിലും ആകെ വെള്ളമാവും, അല്ലേ? അപ്പം അങ്ങനെ കുളിച്ചു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ആ ചെടികൾ. അപ്പോൾ ആ ചെടികളെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാം. ഇനി മഴത്തുള്ളികൾ കൈയിലേക്ക് വീഴുന്നത്, അല്ലേ? നിങ്ങളെല്ലാവരും ചെയ്യുന്നതല്ലേ? മഴ പെയ്യുമ്പോൾ കൈ ഇങ്ങനെ മഴത്തുള്ളികൾ കയ്യിൽ വീഴാൻ വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് നീട്ടിപ്പിടിക്കും. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് പറയാം. പിന്നെ എന്താണ്? മഴവെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന കുഞ്ഞിലകൾ, അല്ലേ? ഇങ്ങനെ ഉണങ്ങിയ ഇലകളും ചില പച്ചിലകളും ഒക്കെ ഇങ്ങനെ മഴവെള്ളത്തിൽ ഒരു തോണി പോലെ, ഒരു വഞ്ചി പോലെ ഒഴുകി പോകുന്നത് കാണാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയാം. പിന്നെ എന്താണ്? മഴവെള്ളം മണ്ണിൽ മറയുന്നു, അല്ലേ? ഇങ്ങനെ ഒലിച്ചു പോകുന്ന, അധികം മഴയൊന്നുമില്ലെങ്കിൽ എന്താണ്, മഴത്തുള്ളികൾ വീഴുന്നതിനനുസരിച്ച് നമ്മുടെ ഭൂമി അതിനെ വലിച്ചെടുക്കുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ പെട്ടെന്ന് ആ വെള്ളം കാണാണ്ടാവുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ആ കാഴ്ച കണ്ടിരിക്കാനും എന്താണ്, എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയാം. അതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം, കേട്ടോ. താഴെ ഒരു ചോദ്യം കൂടിയുണ്ട്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും, അല്ലേ? എല്ലാ ജീവജാലങ്ങളും, മനുഷ്യരായിക്കോട്ടെ, കിളികളായിക്കോട്ടെ, അല്ലേ, മറ്റു മൃഗാദികളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, എന്താണ്, എല്ലാവരും മണ്ണിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആശ്രയിക്കുന്ന ഈ മണ്ണ് അല്ലെങ്കിൽ ഭൂമി എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും കാണുന്നുണ്ടാവുക? നമുക്കൊന്ന് നോക്കിയാലോ. ഇത് നമുക്ക് പറയാം. മനുഷ്യർ സ്വപ്നം കാണുന്നത് പോലെ ഭൂമിക്കുമുണ്ടാവും സ്വപ്നങ്ങൾ. കൊടും ചൂടിൽ വരണ്ടു നിൽക്കുന്ന ഭൂമി മഴയ്ക്ക് വേണ്ടി സ്വപ്നം കാണുന്നുണ്ടാകാം. മഴ വീണു നനഞ്ഞ മണ്ണിൽ വിത്തുകൾ പൊട്ടിവിരിഞ്ഞ് കുഞ്ഞു തൈകൾ മുളയ്ക്കുന്നതും അതിൽ അത് വലുതായി പൂക്കളും കായ്കളും നിറയുന്നതും മരക്കൊമ്പിൽ പക്ഷികൾ കൂടുകൂട്ടി ആ ഫലങ്ങൾ ഭക്ഷിക്കുന്നതും ഒക്കെ ആയിരിക്കാം സ്വപ്നങ്ങൾ, അല്ലേ? പല സ്വപ്നങ്ങളും ഉണ്ടാവും ഭൂമിക്ക്, അല്ലേ? ഇങ്ങനെ ചുട്ട് പഴുത്തായിരുന്നു നമ്മുടെ ഭൂമി നിന്നിരുന്നത്, മണ്ണ് നിന്നിരുന്നത്, അല്ലേ? ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ. മെയ് ജൂണായിട്ട് മഴ പെയ്തതോടുകൂടി അപ്പോൾ ആ ഭൂമി, ആ മണ്ണ് എന്തിനെയാവും കാത്തിരിക്കുന്നുണ്ടാവുക? അത്രയും വേനൽ, അത്രയും ചൂടേറ്റ് വറ്റി വരേണ്ട നമ്മുടെ മണ്ണ് മഴ പെയ്യുന്നത് കാത്തിരുന്നിട്ടുണ്ടാവും.
മഴ പെയ്യുമ്പോഴോ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ചെടികളുടെ വിത്തൊക്കെ പാകിയിട്ടുണ്ടാവില്ലേ, ആ വിത്തുകൾ ഭൂമിയുടെ താഴെ പോയിട്ട് മണ്ണിൻ്റെ താഴെ പോയിട്ട് എന്താണ് അത് പൊട്ടിമുളച്ച് അതിൽ നിന്ന് ചെറിയ കുഞ്ഞിലകളൊക്കെ ആയിട്ട് അതൊരു കുഞ്ഞു ചെടിയായി പുറത്ത് വരുന്നത് ഭൂമി സ്വപ്നം കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ആ കുഞ്ഞു ചെടി വളർന്നു വലുതായി അതിൻ്റെ മുകളിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതും മണ്ണിൻ്റെ സ്വപ്നമായിരിക്കാം. പിന്നെ എന്താണ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കിളികളൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടാവുക അല്ലേ, അവയുടെ വീടും അത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ അവ ഭക്ഷിക്കുന്നത് എന്തായിരിക്കും, ആ മാവിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള മാങ്ങയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പല സ്വപ്നങ്ങളും നമ്മുടെ മണ്ണിനുണ്ടാവാമെന്ന് നമുക്ക് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ ഇതാണ് നോക്കുന്നത്, കവിത മണ്ണിൻ്റെ കിനാവുകൾ. എഴുതിയിരിക്കുന്നത് പി മധുസൂദനനാണ്. ഒറ്റ പ്രാവശ്യം നമുക്കിതൊന്ന് വായിക്കാം, എന്നിട്ട് അർത്ഥവും ചോദ്യോത്തരങ്ങളും നോക്കാം. മണ്ണിൻ്റെ കിനാവുകൾ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. അപ്പം ഇതാണ് കവിത വരുന്നത്. ആസ്വാദനക്കുറിപ്പ് ഇവിടെ നിങ്ങൾക്ക് ചോദ്യോത്തരങ്ങൾ തന്നെ എഴുതാനുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കവിതയുടെ ആസ്വാദനം വരുന്നത്. പ്രശസ്ത ബാലസാഹിത്യകാരൻ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ പലതരം പൂക്കളെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ പൂവിനെയും കവി പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നു. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റി, പൂനിലാവ് നുകർന്ന പൂത്തുമ്പ എന്നിങ്ങനെയാണ് വിശേഷണങ്ങൾ. ഈ വിശേഷണങ്ങളെല്ലാം പൂക്കൾക്കിണങ്ങുന്നവയാണ്. മണ്ണിൻ്റെ മക്കളാണ് പൂക്കൾ. ഓരോ പൂക്കൾക്കും നിറവും ആകൃതിയും മണവും നൽകുന്നത് പ്രകൃതി തന്നെയാണ്. മക്കളെക്കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു. ആരിലും സന്തോഷവും പ്രതീക്ഷയും സ്നേഹവും നിറയ്ക്കാൻ പൂക്കൾക്ക് കഴിയും. ധാരാളം പൂക്കൾ ഭൂമിയുടെ മക്കളായി നിത്യവും പിറക്കുന്നുണ്ട്. ചില പൂക്കൾ നീലാകാശം കണ്ണിലുള്ളവരാണ്. വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരും ഏതു ചൂടിലും പാടാതെ നിൽക്കുന്നവരുമുണ്ട്. ചില പൂക്കൾ ഏതൊരുട്ടിലും പുഞ്ചിരിക്കുന്നവരാണ്. പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രതിസന്ധികളെ അതിജീവിച്ച് നേറുന്നവരുടെയുമൊക്കെ പ്രതീകങ്ങളാണ് ഈ കവിതയിലെ പൂക്കൾ. ഓരോ പൂവും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നു. ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും തളരാതെ നേരിടാൻ നമുക്ക് കഴിയണം. ആശയം, പ്രയോഗഭംഗി, മനോഹരമായ വർണ്ണന എന്നിവ കൊണ്ടെല്ലാം സമ്പന്നമാണ് ഈ കവിത. ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും പ്രകൃതി സ്നേഹം നിലനിർത്താനും നമ്മെ പ്രചോദിപ്പിക്കുന്ന കവിതയാണിത്. പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശവും കവിത നൽകുന്നു. അപ്പം എന്താ അവിടെ പറയുന്നത്, ഈ കവിത എഴുതിയിരിക്കുന്നത്? അപ്പം എന്താ പറയുന്നത്, കവിത എഴുതിയിരിക്കുന്നത് പ്രശസ്ത ബാലസാഹിത്യകാരനായ പി മധുസൂദനനാണ് അല്ലേ. അപ്പം അങ്ങനെ പ്രശസ്തമായ പല കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ എന്താ അദ്ദേഹം പറയുന്നത്? മണ്ണിൻ്റെ സ്വപ്നങ്ങളായിരിക്കും അല്ലേ അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പൂക്കളെ, പുഷ്പങ്ങളെയൊക്കെ മണ്ണിൻ്റെ മക്കളായിട്ടാണ് അദ്ദേഹം കാണുന്നത്. നമുക്ക് ചുറ്റും പല നിറത്തിലും ഭംഗിയിലും ആകൃതിയിലും മണത്തിലും ഒക്കെയുള്ള പൂക്കൾ വിരിയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ഓരോ പൂവും വ്യത്യസ്തമാണ്. അതിൻ്റെ ആകൃതിയും അതിൻ്റെ സുഗന്ധവും ഒക്കെ അതിന് നൽകുന്നത് ആരാണെന്നാണ് പറയുന്നത്?
പറയുന്നത് മണ്ണാണ് എന്നാണ് പറയുന്നത് അല്ലേ. അതിന് കുറേ ഉദാഹരണങ്ങൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. എന്താണ്? പൊൻവെയിലിൽ കുരുത്തതാണ് മുക്കുറ്റി അല്ലേ പറയുന്നുണ്ട്. പൂനിലാവ് നുകർന്നിട്ടാണ് പൂത്തുമ്പ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പൂവിനും പറ്റുന്ന വിശേഷണങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്? എല്ലാവരുടെ ഉള്ളിലും സന്തോഷവും സ്നേഹവും ഒക്കെ നിറയ്ക്കാൻ ആർക്ക് കഴിയുന്ന പറയുന്നത്? പൂക്കൾക്ക് കഴിയുന്ന പറയുന്നത്. അതുപോലെ തന്നെ ചില പൂക്കൾ എങ്ങനെയാണ്? നീലാകാശം കണ്ണിലുള്ളവരാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നീലാകാശം, നിങ്ങളൊന്ന് മുകളിലേക്ക് നോക്കിയേ, ആകാശം എങ്ങനെയാണ്? ആകാശം അങ്ങനെ പരന്ന് കിടക്കുകയാണല്ലേ, നീല നിറത്തിൽ പരന്ന് അങ്ങനെ കിടക്കുകയാണ് അല്ലേ. അതിൻ്റെ അറ്റം നമുക്ക് കാണാൻ കഴിയോ? ഇല്ല, അതങ്ങനെ പരന്ന് വിസ്തരിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചില പൂക്കളെന്ന് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ചില കുട്ടികളൊക്കെ അതുപോലെയാണല്ലേ, അവർക്ക് കാണേണ്ട കാര്യങ്ങളല്ലേ, അവർക്ക് എത്ര കണ്ടാലും എത്ര ഈ ഭൂമിയെ കണ്ടാലും അവർക്ക് മതി വരില്ല, അവർക്ക് ആ ഭംഗി ആസ്വദിച്ച് തീരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവര് എന്ന് പറയുന്നുണ്ട്. വെള്ളത്തുള്ളികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സങ്കടം അല്ലേ, ചില സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലേ. അപ്പം അവരും മറ്റൊരു രീതിയിലെ പൂക്കൾ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെന്താണ്? ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരുണ്ട് അല്ലേ. എത്ര ബുദ്ധിമുട്ട് വന്നാലും അതിനെയൊക്കെ സധൈര്യം നേരിടുന്ന ആൾക്കാരുണ്ട്, ധൈര്യപൂർവ്വം അതിനെയൊക്കെ മറികടന്ന് പോകുന്ന ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്നവരുണ്ട് അല്ലേ. എത്ര കഠിനമായാലും ജീവിതം അവരെന്താണ്? ഒന്ന് ചിരിച്ചുകൊണ്ട് എല്ലാത്തിനെയും നേരിട്ട് ഏത് ഇരുട്ടിനെയും മറികടന്ന് അവർ പ്രകാശത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളെ അതിജീവിച്ചവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ നിലനിൽക്കാനാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഓരോ പൂവും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്താണ്? പ്രചോദനമാണ് തരുന്നത് അല്ലേ, മുന്നോട്ട് ജീവിക്കാനുള്ള സന്ദേശമാണ് തരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം, ഇതിൽ പ്രവർത്തനങ്ങൾ നോക്കാം. ഭൂമി പാടുന്ന ശീലുകൾ ഈണത്തിൽ താളത്തിൽ. ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി 1-2 തവണ വായിക്കൂ. ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ. ഒരു ഗ്രൂപ്പിൻ്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. നിങ്ങളോട് ക്ലാസ്സിൽ ചെയ്യാനുള്ളൊരു പ്രവൃത്തിയാണ്. നിങ്ങൾ തന്നെത്താനെ വായിച്ച് അതിനൊരു ഈണം കണ്ടെത്തി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ അത് പാടാനാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക. എന്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്? മുല്ലയെ പറ്റിയും ജമന്തിയെ പറ്റിയും പനിനീർപ്പൂവ് റോസപ്പൂവിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് എന്തിനെ പറ്റിയാണ്? നമ്മുടെ മുക്കുറ്റിപ്പൂവിനെ പറ്റിയാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മുക്കുറ്റിപ്പൂവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വരച്ച് ആ ചിത്രത്തിന് കളർ കൊടുക്കാം കേട്ടോ. അടുത്തത് വരുന്നത് ആരാണ്? അടുത്തത് വരുന്നത് നമ്മുടെ തുമ്പപ്പൂവാണ്. കണ്ടോ, തുമ്പപ്പൂവാണ് വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, ഇത് വരുന്നത് നമ്മുടെ ജമന്തിപ്പൂവാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ആരാണ്? അടുത്ത് വരുന്നത് നമ്മുടെ കോളാമ്പിപ്പൂവാണ്. ഇത് രണ്ടും കോളാമ്പി പൂക്കൾ തന്നെയാണ്. ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, ഇതും കോളാമ്പി തന്നെയാണ്, ഇതും കോളാമ്പിപ്പൂ തന്നെയാണ്. നമ്മുടെ വാടാമല്ലി അല്ലേ, ഇതാണ് വാടാമല്ലി. നിങ്ങൾ എന്താണ് ഓണപ്പൂക്കളമൊക്കെ ഇടുമ്പോൾ കാണുന്നുണ്ടാവും. ഈ രീതിയിൽ വരയ്ക്കാം, ഈ രീതിയിലും വരയ്ക്കത്തത് വരുന്നത് നമ്മുടെ പനിനീർപ്പൂവ് റോസപ്പൂവാണ്. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. നമ്മുടെ മുല്ലപ്പൂവാണ് അല്ലേ. മുല്ലപ്പൂ എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഇതിലൊന്ന് വരയ്ക്കുക. താഴെ പേരും എഴുതി കൊടുക്കണം. ഓക്കെ, നോട്ട് പുസ്തകത്തിലും ഇതുപോലെ 1-2 പേജ് നിറയെ പല പൂക്കൾ വരച്ചിട്ട് നിങ്ങളോട് നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാം. ഇനി അടുത്തത് എന്താ? നമുക്കും പൂക്കളാകാം. പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറും. ഇപ്പം എന്താണ്? നമ്മൾ മുല്ലപ്പൂവുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒരു ഗ്രൂപ്പ്. പിന്നെ എന്താണ്? പനിനീർപ്പൂവുണ്ട്, അപ്പോൾ പനിനീർപ്പൂവിൻ്റെ ഒരു ഗ്രൂപ്പ്, ജമന്തിയുടെ ഒരു ഗ്രൂപ്പ്, വാടാമല്ലിയുടെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ പല ഗ്രൂപ്പുകളായി തരികയാണ് പറയുന്നത്. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. അപ്പോൾ ഓരോ പൂവിൻ്റെ വരി ഏതാണ് കവിതയിൽ അത് എഴുതുകയും വേണം. ആ പൂവിന് എന്തൊക്കെ സവിശേഷതകളുണ്ട് അല്ലേ, ക്വാളിറ്റീസ് എന്തൊക്കെ ആ പൂവിൻ്റെ സവിശേഷതകളുണ്ട് അതുകൂടി എഴുതണം.
അപ്പോൾ ആദ്യത്തെ മുക്കുറ്റിയാണ് പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. അതാണ് കവിതയിലെ വരികൾ വരുന്നത്. ഇനി ഗ്രൂപ്പ് മുക്കുറ്റി. മുക്കുറ്റിയെ പറ്റി എന്തൊക്കെ പറയാം? നമ്മുടെ മുറ്റത്തും തൊടിയിലുമെല്ലാം നിലത്തോട് ചേർന്ന് പടർന്ന് വളരുന്ന ഒന്നാണ് ഞാൻ. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഞാൻ. എന്നെ ഔഷധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ. ഇനി രണ്ടാമത്തേത് തുമ്പയാണ്. പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. അതാണ് പാഠഭാഗത്ത് കവിതയിലുള്ള വരി. ഇനി തുമ്പപ്പൂവിനെ പറ്റി എന്തൊക്കെ പറയാം? അത്തപ്പൂക്കളത്തിലെ രാജാവെന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. പാടത്തും പറമ്പിലുമായി ഇത്തിരി കുഞ്ഞനായി ഞാൻ നിൽക്കാറുണ്ട്. ശരീരത്തിലെ ഒട്ടനവധി രോഗങ്ങൾക്ക് ഞാൻ ഔഷധമാണ്. അതെഴുതാം. ഇനി ജമന്തി. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകി പകർന്ന ജമന്തികൾ. ഇനി ജമന്തിയെ പറ്റി എന്തൊക്കെ പറയാം? സ്വർണ്ണ നിറമുള്ള പുഷ്പം എന്നാണ് എൻ്റെ അർത്ഥം. വെള്ളയും മഞ്ഞയും നിറങ്ങളിലാണ് സാധാരണ ഞങ്ങളെ കാണാറുള്ളത്. മാല കെട്ടാനും ഓണപ്പൂക്കളത്തിലുമെല്ലാം ഞങ്ങളെ കാണാം. ഇനി കുരുക്കുത്തിമുല്ലയാണ് അടുത്തത്. രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ. എന്താണ്? മുറ്റത്തെ പൂന്തോട്ടത്തിൽ ഞാനുണ്ടെങ്കിൽ പരിസരമാകെ സുഗന്ധം നിറയ്ക്കാൻ മറ്റൊന്നും വേണ്ട. എന്നെ പെൺകുട്ടികൾ തലയിൽ ചൂടാറുണ്ട് അല്ലേ? മുല്ലപ്പൂവ് വിടരുന്നത് എപ്പോഴാണ്? രാത്രിയാണ്. അതുകൊണ്ട് തന്നെ രാത്രി തന്നെ ആ പൂ വിരിയുമ്പോൾ അതിൻ്റെ സുഗന്ധം അവിടെ ആകെ പരക്കും. പെൺകുട്ടികളൊക്കെ എന്താണ്? എന്നെ തലയിൽ ചൂടാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി കോളാമ്പിയെ പറ്റി എന്താണ്? മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. കോളാമ്പി ഗ്രൂപ്പിന് എന്തൊക്കെ പറയാം? വേലിയിൽ പൊഞ്ചിരി തൂക്കി നിൽക്കുന്ന ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാ ദിവസവും ഞങ്ങൾ പൂക്കും. ചില്ലകളുടെ അറ്റത്ത് കുലകളായാണ് ഞങ്ങൾ ഉണ്ടാകുന്നത്. ഇനി പനിനീർ പൂവ്. കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. നല്ല ഭംഗിയും സുഗന്ധവുമുള്ള ഞങ്ങൾ പല നിറങ്ങളിൽ കാണപ്പെടുന്നു. ഞങ്ങളുടെ പൂവിതളുകളിൽ നിന്ന് നല്ല സുഗന്ധമുള്ള പനിനീർ ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊക്കെ പനിനീറിനെ പറ്റി പറയാം. പനിനീർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റോസപ്പൂവാണ്. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇതളുകൾ റോസ് വാട്ടർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ എന്താണ് സ്പ്രേയും പെർഫ്യൂമും ഒക്കെ ഉണ്ടാക്കാനല്ലേ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി കൃഷ്ണകിരീടം. രാജ മുദ്രയണിഞ്ഞ ചെന്താരുകൾ എന്നാണ് കൃഷ്ണകിരീടത്തെ പറയുന്നത്. നാട്ടിൻപുറങ്ങളിൽ ഓണക്കാലത്ത് കാണപ്പെടുന്ന സുന്ദരിപ്പൂവാണ് ഞങ്ങൾ. കിരീടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന പൂങ്കുലയാണ് ഞങ്ങളുടേത്. കിരീടത്തിൻ്റെ ആകൃതി ആയതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? കൃഷ്ണകിരീടം എന്ന്. വാടാമല്ലി. ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. എന്തെഴുതാം നമുക്ക് വാടാമല്ലിയെ പറ്റി? പേര് പോലെ ഏറെ ദിവസങ്ങൾ വാടാതെ നിൽക്കുന്നവരാണ് ഞങ്ങൾ. മാല കിട്ടാനും ഓണപ്പൂക്കളം ഇടാനുമൊക്കെ ഞങ്ങളെ ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് എന്താണ്? ഓർത്തു ചൊല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. അപ്പോൾ കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കാം, മുക്കുറ്റിയെ കുറിച്ചാണ് പറഞ്ഞതല്ലേ? കവിതയിൽ ആദ്യം പറഞ്ഞത് മുക്കുറ്റിയെ കുറിച്ചാണ്. എന്താണ് പറഞ്ഞത്? മുക്കുറ്റി പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ എന്നാണ് പറഞ്ഞത്. ഇനി ഓരോ പൂവിനെയും കുറിച്ച് ഓർത്ത് ചെല്ലാൻ പറയുന്നുണ്ട്. ഓരോ പൂവിനെയും കുറിച്ച് ഓർത്ത് നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ട്. എന്തൊക്കെ എഴുതാം? തുമ്പ. പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. ജമന്തി. സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. കോളാമ്പി. മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. പനിനീർ. കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. കുരുക്കുത്തിമുല്ല. രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ. കൃഷ്ണകിരീടം. രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. വാടാമല്ലി. ഭൂമി ചാർത്തി കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. കേട്ടോ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇതൊക്കെ കവിതയിൽ വരുന്ന. അപ്പോൾ ഓരോ പൂവിനെയും കുറിച്ച് പറഞ്ഞ വരികൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ. പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. നോക്കാം നമുക്ക്. മണ്ണിൻ്റെ മക്കളായാണ് കവി പൂക്കളെ കാണുന്നത്. നമുക്ക് ചുറ്റും ദിനവും വിടരുന്ന പല നിറത്തിലുള്ള പൂക്കളുണ്ട്. കവി പൂക്കളുടെ മഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ഓരോ പൂക്കൾക്കും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ കാണാം.
നീലാകാശം കണ്ണിലുള്ളവർ, വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവർ, ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവർ, ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കൾ, അവ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു. അല്ലേ? അപ്പം എന്താണ്, മണ്ണിൻ്റെ മക്കളായിട്ടാണ് കവി പൂക്കളെ കാണുന്നത്. പല നിറത്തിലും വൈവിധ്യത്തിലും മണത്തിലും അല്ലെ ആകൃതിയിലും ഒക്കെയുള്ള പൂക്കളുണ്ട് അല്ലേ. അതായത് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് കവി പറയുന്നത്. എന്നും പൂക്കുന്ന പൂക്കളുണ്ട്, അല്ലെങ്കിലോ ചില പൂക്കൾ എന്താണ് ചില സമയങ്ങളിൽ ചില കാലാവസ്ഥയിൽ മാത്രം പൂക്കുന്ന പൂക്കളും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പല വിധമുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, നീലാകാശം കണ്ണിലുള്ള പൂക്കളുണ്ട്, വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്ന പൂക്കളുണ്ട്, ഇരുട്ടിനെ ചിരി കൊണ്ട് നേരിടുന്ന പൂക്കളുണ്ട്, അതുപോലെ ഏത് ചൂടിലും വാടാതെയും തളരാതെയും നിൽക്കുന്ന പൂക്കളും ഉണ്ട് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, തൊട്ടാവാടി അല്ലേ, തൊട്ടാവാടി ചെടി എങ്ങനെയാണ്, ഒന്ന് തൊടുമ്പോഴേക്കും അതങ്ങ് വാടിപ്പോവും. പക്ഷേ റോസപ്പൂവ് പൊട്ടിക്കാൻ ചെന്നാൽ എന്താണ്, ആ ചെടിയിലെ മുള്ള് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ചെടികൾക്കും പൂവുകൾക്കും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യരെ പോലെ തന്നെയാണ് അവരുമെന്നാണ് പറയുന്നത്. ഓക്കെ, പൂക്കളും നമ്മളും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പാക്കുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. എന്താണ്, പൂക്കളുടെ സവിശേഷതയായിട്ടാണ് കവി കൊടുത്തിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം പൂക്കളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് നിങ്ങളോട് ഇവിടെ സമർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നീലവാനം മിഴികളിലുള്ളവരാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കൾ. നിറം, വിശാലത, ഭംഗി എന്നിവയാണ് ആകാശത്തിൻ്റെ സവിശേഷതകൾ. എല്ലാം കാണാനും അറിയാനുമുള്ള കുട്ടികളുടെ കൗതുകവും അത് നൽകുന്ന ഭംഗിയുമാണ് നീലവാനം മിഴികളിലുള്ളത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഞ്ഞുതുള്ളികൾ വീണ് കിടക്കുന്ന പൂക്കളുടെ ഭംഗിയാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന വരികളിലുള്ളത്. സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെക്കുറിച്ചാണ് ഇവിടെ സൂചന. ഏത് ചൂടിലും വാടാതെ നിൽക്കുന്ന പൂക്കളുണ്ട്. പ്രതിസന്ധികൾ കരുത്തോടെ മറികടക്കുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇരുട്ടിൽ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന പൂക്കളെക്കുറിച്ചാണ് അടുത്ത വരിയിൽ കവി പറയുന്നത്. ഏത് ദുഃഖത്തെയും പുഞ്ചിരിയോടെ മറികടക്കുന്നവരെയാണ് ഈ വരികളിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് പറയുന്നത്, നീലവാനം മിഴികളിലുള്ളവരാണെന്ന് പറയുന്നത് എന്താണ്, ആകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അത്രയും വിസ്താരമുള്ളതും ഭംഗിയുള്ളതും അല്ലെ നീല നിറമുള്ളതുമാണ് എന്നാണ് പറയുന്നത്. കുട്ടികളുടെ കണ്ണിലെ കൗതുകമാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. കുട്ടികൾക്ക് എത്ര കണ്ടാലും മതി വരില്ല അല്ലേ. അപ്പോൾ അവരുടെ കൗതുകവും അല്ലേ, ഒരു കാര്യം ഇപ്പം നിങ്ങളാണെങ്കിൽ പുതിയൊരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ട് മതിയാവുമില്ല. അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടും ഓരോന്നിനെ പറ്റിയും ഇങ്ങനെ അറിയാനുള്ള ഒരു കൗതുകത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ആ കൗതുകത്തിൻ്റെ ഭംഗിയൊക്കെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ എന്താണ്, മഞ്ഞുതുള്ളികൾ അല്ലെ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവരെന്ന് പറയുന്നത് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ കുറിച്ചാണ് എന്നാണ് പറയുന്നത് അല്ലേ. അവരെ കണ്ണുനീരിനൊക്കെയാണ് കാണിക്കുന്നത്, കുട്ടികളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഏത് ചൂടിലും പാടാതെ തളരാതെ നിൽക്കുന്ന പൂക്കളുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഏത് ഘട്ടത്തിലും തളരാതെ നിൽക്കുന്ന മനുഷ്യരുമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇരുട്ടിൽ പുഞ്ചിരി തൂകുന്ന പൂക്കളെക്കുറിച്ചാണെന്ന് പറയുന്നത് എന്താണ്, എത്ര ജീവിതത്തിൽ ദുഃഖം വന്നാലും എത്ര ഇരുട്ട് ജീവിതത്തിൽ കയറിയാലും ഒരു പുഞ്ചിരി കൊണ്ട് ആ ഇരുട്ടിനെയൊക്കെ പ്രകാശമാക്കി മാറ്റുന്ന മനുഷ്യരുണ്ട് എന്നാണ് പറയുന്നത്. കുറിപ്പിലേക്ക് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ. കണ്ടോ, ഇത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കവിതയുടെ പേരെന്താണ് നിങ്ങൾക്കറിയാം. അവിടെ നിങ്ങൾക്ക് മണ്ണിൻ്റെ കിനാവുകൾ എന്ന് എഴുതാം. കവിതയുടെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്, മണ്ണിൻ്റെ കിനാവുകൾ. ഇനി കവിയെക്കുറിച്ച് ഇവിടെ എന്തൊക്കെ എഴുതാം, ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയമായ കവിയാണ്. മുക്കുറ്റിപ്പൂവിൻ്റെ ആകാശം, ഞാൻ ഇവിടെയുണ്ട്, ഭൂമി പാടുന്ന ശീലുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല, നോട്ടിലേക്ക് എഴുതേണ്ടി വരും കേട്ടോ. ഇനി സമാന ആശയമുള്ള മറ്റു കവിതകളിലെ വരികൾ. കുമാരി ടീച്ചറുടെയാണിത്. കുട്ടിയും പൂവും. മഞ്ഞുതുള്ളി നെറുകയിൽ ചൂടി കുഞ്ഞു പൂവൊന്നു മുറ്റത്തു നിന്നു,
പിച്ച വയ്ക്കുന്ന പിഞ്ചുകുഞ്ഞപ്പോൾ കൊച്ചുപൂവിനെ നോക്കി ചിരിച്ചു. ഉണ്ണിക്കൈകൊണ്ട് മെല്ലെത്തലോടി ഉമ്മ വച്ചിതാ പൂവിൻ്റെ കണ്ണിൽ. പിച്ചിടല്ലേ പറിച്ചെടുക്കല്ലേ കൊച്ചുപൂവിനെ നോവിച്ചിടല്ലേ. അല്ലേ, ഇതിൻ്റെ ഒരു 3-4 ലൈൻ എഴുതിയാലും മതി കേട്ടോ. മഹാകവി കുമാരനാശാൻ്റെ വരികളാണ്. പൂക്കാലത്തിൽ നിന്നാണ്. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോ. ഇനി എന്താണ്? സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും. പൊൻവെയിലിൽ കുരുത്ത മുക്കൂറ്റികൾ. അടുത്തത് എന്താണ്? രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. അടുത്തത് സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചു. അടുത്തത് നീലവാനം മിഴികളിലുള്ളവർ. പിന്നെയോ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഴുതാം. പ്രധാന ആശയങ്ങൾ അല്ലേ? ഭൂമിയുടെ മക്കളാണ് പൂവുകൾ. ഓരോ പൂവിനും നിറവും ആകൃതിയും നൽകുന്നത് പ്രകൃതിയാണ്. പൂക്കൾ നമുക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷകൾ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണ് കവിതയിൽ? ഏത് വേണമെങ്കിലും എഴുതാം. ഈ ലാസ്റ്റ് ലൈൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ. ആസ്വാദനക്കുറിപ്പിന് ഒരു പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. തയ്യാറാക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ വരച്ച ചിത്രങ്ങളും മറ്റ് വിവരങ്ങളും ഒക്കെ ചേർത്തിട്ട്, കണ്ടോ ജമന്തി മുല്ലയൊക്കെ വരച്ചില്ലേ, അതുപോലെ നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിലൊക്കെ വരച്ചിട്ട് നിങ്ങൾക്കൊരു ചുമർ പത്രിക തയ്യാറാക്കാം എന്ന് പറയുന്നുണ്ട്. ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും കൂടി അത് ചെയ്തിട്ട് ഒരു പ്രദർശനം പോലെയൊക്കെ നടത്താം. ഇനി എന്താണ്? മലർ മാല കോർക്കാം. പൂക്കളെക്കുറിച്ച് കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്ത വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ കാണിച്ച ഈ കവിതകളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇതാണ് കവിത മുഴുവനായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഉൾപ്പെടുത്തി. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്